ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിന് തൊട്ടു മുൻപിലുണ്ടായിരുന്ന 2 ക്ലാസ്സുകളിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ മുഖവുര 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. ഇന്ന് 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഓരോ വാക്യങ്ങളും വായിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ പഠനത്തിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു വേദപുസ്തകം നിങ്ങളുടെ കൈകളിൽ കരുതി അതൊന്ന് കൂടെ വായിച്ച് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കും. 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പത്മോസിൽ വെച്ച് തനിക്കുണ്ടായ ആ ഒരു ദൈവിക വെളിപ്പാട്, താൻ ആത്മാവിലായി ക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുന്ന ഭാഗങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, പത്മോസ് എന്ന് പറയുന്നത് ഈജിയൻ കടലിലുള്ള ഏകദേശം 25 സ്ക്വയർ കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ വലിയ സസ്യ അല്ലെങ്കിൽ വൃക്ഷങ്ങളോ വലിയ പച്ചപ്പൊന്നുമില്ലാത്ത, ശുദ്ധജലക്ഷാമം രൂക്ഷമായിരുന്ന, അന്നത്തെ കാലത്ത് രാജ്യദ്രോഹം കുറ്റത്തിന് വിധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കുറ്റവാളികളെ നാട് കടത്തിയിരുന്ന ഒരു ദ്വീപായിരുന്നു പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. അപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി AD 95-96 കാലഘട്ടങ്ങളിൽ എഫസോസിലുള്ള അന്നത്തെ കാലത്തെ ക്രൈസ്തവരെയൊക്കെ പീഡിപ്പിച്ച് അവരെ പലരെയും രക്തസാക്ഷികളാക്കിയപ്പോൾ ഒരുപക്ഷെ വളരെ പ്രായാധിക്യമുള്ള യോഹന്നാനെ കൊന്നുകളയാതെ അദ്ദേഹത്തെ നാട് കടത്തുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അവിടോട്ട് നാട് കടത്തിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കടലിൽ ആ കടലിലുള്ള ആ ദ്വീപിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടുകൊള്ളും എന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കാം നാട് കടത്തിയത്. പക്ഷേ ഒരു ദൈവഭക്തൻ ഏത് സാഹചര്യത്തിൻ്റെ അകത്ത് അകപ്പെട്ടാലും അവിടെ തനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും, ദൈവിക ദർശനങ്ങൾ തനിക്കുണ്ടാകും എന്നുള്ളത് വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പത്മോസിൽ വെച്ച് തനിക്ക് ഒരു ആത്മവിവശതയുണ്ടായി, ആത്മാവിലായി യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ താൻ കാണുകയാണ്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ തനിക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. ദൈവവചനം പ്രസംഗിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. 2, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തമാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം? ചരിത്രകാരന്മാർ ആ കാലത്തെക്കുറിച്ച് പറയുന്നത്, അന്നത്തെ കാലത്തെ ഡൊമീഷ്യൻ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ചക്രവർത്തിയെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കണം. പക്ഷേ ക്രിസ്തു വിശ്വാസികൾ ഒന്നും തന്നെ അതിന് തയ്യാറല്ലായിരുന്നു. കാരണം നാടോടുമ്പോൾ നടുവേ ഓടുക എന്നൊരു ചിന്ത അന്നും ഇന്നും ദൈവസഭയ്ക്കില്ല, ദൈവവചനം അനുസരിക്കുന്നവർക്കില്ല. യേശുക്രിസ്തുവിനെ മാത്രം ദൈവമായിട്ട് കണ്ടിട്ടുള്ളവർ ഡൊമീഷ്യൻ ചക്രവർത്തിയെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കത്തില്ല എന്ന് തീരുമാനിച്ച് അവരെല്ലാം ഉറച്ചു നിന്നപ്പോൾ പലരും രക്തസാക്ഷിത്വം വരിക്കേണ്ടതായിട്ട് വന്നു. ചിലരൊക്കെ നാട് കടത്തപ്പെട്ടു. അങ്ങനെയാണ് ദൈവവചന നിമിത്തവും ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തവും ഇദ്ദേഹം പത്മോസിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾക്ക് ചിന്തനീയമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ്, യോഹന്നാന്റെ വാക്കുകൾ. നിങ്ങളുടെ സഹോദരൻ. നോക്കുക, സത്യത്തിൽ എഫസോസിലെ ഒരു സീനിയർ ശുശ്രൂഷകനായിരുന്നു, എഫസോസിലെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകനായിരുന്നു, എഫസോസ് സഭയുടെ തലപ്പത്തിരിക്കുന്ന ആളായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ, പ്രായം കൊണ്ടും ശുശ്രൂഷ കൊണ്ടുമെല്ലാം. പക്ഷെ അദ്ദേഹം തന്നെ സഹോദരൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആത്മീയമായ ഉന്നതിയിലേക്കൊക്കെ എത്തുന്നവർ പലരും തങ്ങളെ തന്നെ എന്നെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് പറഞ്ഞുള്ള ഒരു ബഹുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ സഹോദരൻ. 2, യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായവൻ. 3 വാക്കുകളാണ് ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങൾ. 1, കഷ്ടത. കഷ്ടത എന്ന് പറയുന്നത് എന്താണ്? ആ കഷ്ടത എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ക്ലിപ്സിസ് എന്ന് പറയുന്ന ഒരു പദമാണ്. ആ പദത്തിന്റെ അർത്ഥം ഞെരിഞ്ഞമരുക, തകർന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ധാന്യമണികൾ ഞെരിഞ്ഞുടയുന്നത് പോലെ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്നുവെന്നാണ് യോഹന്നാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2, സഹിഷ്ണുതയാണ്. സഹിഷ്ണുത എന്ന് പറയുന്നത് എന്താണ്? സഹിഷ്ണുത എന്ന് പറയുന്നത് ഒരിക്കലും പിറുപിറുക്കുകയല്ല. കഷ്ടത സന്തോഷത്തിനായി തീരുമെന്ന് കരുതി കഷ്ടതയിൽ പ്രശംസിക്കുകയാണ് സഹിഷ്ണുത കൊണ്ട് അർത്ഥമാക്കുന്നത്. 3, രാജ്യം എന്നുള്ളതാണ്. ഇവിടെ രാജ്യമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള ആ ഒരു പ്രത്യാശയാണ് കഷ്ടതയിലൂടെയും സഹിഷ്ണുതയിലൂടെയും ഒരു വ്യക്തി നേടിയെടുക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 10-ാമത്തെ വാക്യമാണ്. 10-ാമത്തെ വാക്യം
കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്താണ് കർത്തൃ ദിവസം എന്ന് പറയുന്നത്? വേദപുസ്തകത്തിലെ ചില പ്രത്യേക ദിവസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ശബത്ത് എന്ന് പറയുന്ന പഴയ നിയമ യഹൂദന്മാർക്ക് വിശ്രമത്തിനായിട്ടും ദൈവത്തെ ആരാധിക്കാനുമായിട്ടും നൽകപ്പെട്ടിരുന്ന ഒരു ദിവസം. രണ്ട്, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യഹോവയുടെ ദിവസം, പ്രത്യേകിച്ച് പ്രവാചകന്മാരെല്ലാം പ്രവചിച്ച ദിവസമാണ് യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസത്തിൽ യഹോവയാം ദൈവം ദുഷ്ടന്മാരെ ന്യായം വിധിക്കുകയും ശത്രുക്കളെ നിഗ്രഹിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ദിവസമാണ് യഹോവയുടെ ദിവസം. ഈ രണ്ട് ദിവസവും അല്ലാത്ത മറ്റൊരു ദിവസമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്തൃ ദിവസം എന്ന് പറയുന്നത്. എന്താണ് കർത്തൃ ദിവസം എന്ന് പറയുന്നത്? കർത്തൃ ദിവസം ഉയർപ്പിന്റെ ദിവസം ആണ് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ഞായറാഴ്ച, ഉയർപ്പിന്റെ ദിവസം. എന്താണ് ഉയർപ്പിന്റെ ദിവസത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം ഉയർപ്പിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ദൈവജനം ദൈവത്തെ ആരാധിക്കാനും വിശ്രമിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തെരഞ്ഞെടുത്തിരിക്കുന്ന ദിവസമാണ്. പുനരുത്ഥാനത്തിന് ശേഷം യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായത് നമുക്കറിയാം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിലാണ്. ആദിമ സഭയിലെ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വന്നതെല്ലാം തന്നെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിലാണ്. അപ്പം ഇത്തരത്തിൽ പ്രസക്തമായ ഒരു ദിവസമാണ് കർത്തൃ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർത്തൃ ദിവസം എന്ന് പറയുന്ന ദിവസം, അതായത് ഇതൊരു ഞായറാഴ്ച തന്നെ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് പറയുന്നത്. ഞായറാഴ്ച മാത്രമല്ല, ഒരു ദൈവപൈതൽ ദൈവപാദപീഠത്തിലിരിക്കുന്ന ഏത് സമയവും ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്കായിത്തീരാനുമുള്ള സമയമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. ആത്മവിവശത എന്ന് പറയുന്ന ഒരു പദമാണ്. ആത്മവിവശത എന്താണ്? ഇൻ ദ സ്പിരിറ്റ് എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങളിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു പുതിയ നിയമകാലം പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പരിശുദ്ധാത്മാവിനാൽ ജീവിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവശബ്ദം കേൾക്കാനും ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അത് ഏത് സാഹചര്യമായിക്കട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ അവർ സർക്കംസ്റ്റാൻസസ്, ഏത് സാഹചര്യത്തിന് അതീതമായിട്ടാണെങ്കിലും, അത് പത്മോസ് ആണെങ്കിലും കടലാണെങ്കിലും തടവറയാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും അവിടെ പ്രാർത്ഥിക്കാനിരുന്നാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനിരുന്നാൽ ദൈവവൈതലിനെ ഒരാത്മാവിൻ്റെ തലത്തിലേക്ക് ദൈവം ഉയർത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ യോഹന്നാൻ ആത്മവിവശതയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മവിവശതയിലേക്ക് വന്നപ്പോഴാണ് താൻ ചില കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും തുടങ്ങിയത്. ദൈവശബ്ദം കേൾക്കുന്നത്, ദൈവിക ദർശനങ്ങൾ നമുക്കുണ്ടാകുന്നത് നാം ആത്മവിവശതയിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ്. അപ്പം ഇവിടെ ഇദ്ദേഹം ഒരു ആത്മവിവശതയിലേക്കാണ് ഉയർത്തപ്പെടുന്നത്, ആത്മവിവശനായി. അതിനുശേഷം എഴുതുന്നത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, മുർണ, പെർഗമോസ്, തുയദൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നിങ്ങനെയുള്ള 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിലിട്ട ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. അപ്പോൾ അദ്ദേഹം ഒന്ന് ദൈവശബ്ദം കേൾക്കുകയാണ്, 2 അദ്ദേഹം ചില കാര്യങ്ങൾ കാണുകയാണ്. ആത്മാവിലാകുന്നവനോടാണ് ദൈവം സംസാരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. പിന്നീട് താൻ കാണുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ്, യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ്. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ താഴോട്ടുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കേട്ട ശബ്ദം എന്താണെന്ന് അറിയാനായിട്ട് യോഹന്നാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ മനോഹരമായ ഒരു വർണ്ണനയാണ്. ആ വർണ്ണനം, അതിൻ്റെ അർത്ഥം ദൈവവചന അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനതൊന്ന് വ്യക്തമാക്കി തരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഒന്ന്, അദ്ദേഹം കണ്ടത് 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ഒരുവൻ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവൻ. അപ്പോൾ ഈ വേഷം അല്ലെങ്കിൽ ഈ വസ്ത്രം, ഈ വിവരണം അസാധാരണമായ ഒരു വിവരണമാണെങ്കിലും ഇത് ധരിച്ചിരിക്കുന്നത് മനുഷ്യ സാദൃശ്യത്തിലുള്ള ഒരുവനാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഇവിടെ മനുഷ്യ സാദൃശ്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം,
സകല മാനവജാതിയുടെയും പാപത്തിനായി സ്വർഗം വിട്ട് താഴോട്ടിറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനായിട്ടാണ് വന്നത്. ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് രാപ്പകൽ പക്ഷപാതം ചെയ്യുന്നവൻ നമുക്ക് തുല്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തെങ്കിൽ പോലും യേശു ക്രിസ്തുവിനെ മനുഷ്യനായി തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത് നിലയങ്കി ധരിച്ചു എന്നാണ് കാണുന്നത്. എന്താണ് നിലയങ്കി? നിലയങ്കി പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ്. ഈ നിലയങ്കി കാണിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെയാണ്. എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു ക്രിസ്തു പുതിയ നിയമസഭയുടെ മഹാപുരോഹിതനാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഏകയാഗം കഴിച്ചിട്ട്, എബ്രായ ലേഖനം 10:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ. ക്രിസ്തു ഏകയാഗം കഴിച്ചിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ വലതുഭാഗത്ത് രാപ്പകൽ പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനാണ് ക്രിസ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ അടുത്തത് മഹാപുരോഹിതനായ ക്രിസ്തു. പിന്നീട് നമ്മൾ കാണുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. എന്താണ് മാറത്ത് പൊൻകച്ച? ഈ മാറത്തെ പൊൻകച്ച എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ അധികാരത്തെയാണ് കാണിക്കുന്നത്. ഈ പൊൻകച്ച കെട്ടിയവർ ന്യായാധിപന്മാരായിരുന്നു. അങ്ങനെയെങ്കിൽ പൊൻകച്ച ക്രിസ്തുവിൻ്റെ അധികാരത്തെ കാണിക്കുകയാണ്. താൻ നീതിയുള്ള ന്യായാധിപതിയായ ദൈവമാണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ നിലയങ്കി മഹാപൗരോഹിത്യത്തെ കാണിക്കുമ്പോൾ പൊൻകച്ച ക്രിസ്തുവിൻ്റെ അധികാരത്തെയും മഹത്വത്തെയും കാണിക്കുന്നു. താൻ ന്യായവിധിക്ക് അധികാരമുള്ളവനെന്ന് കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകി കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇനിയും ന്യായവിധി നടത്തുന്നത് പുത്രനായ ക്രിസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അടുത്ത വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 7 വിധത്തിലുള്ള മഹത്വത്തെ നമുക്കവിടെ കാണാൻ പറ്റും. 7 വിധത്തിലുള്ള മഹത്വം. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ വാക്യങ്ങളും വായിച്ച് നമുക്ക് പോകാനായിട്ട് സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിവരിച്ചു പോകുന്നത്. അതിലൊന്ന്, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ളതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ജരാനര ബാധിച്ച വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലടക്കം 7-ാം അധ്യായം 9-ാം വാക്യം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ന്യായാധിപനായ ദൈവത്തെ എന്താണ് പറയുന്നത്? ഈ നരച്ച മുടി, വസ്ത്രം, അല്ലെങ്കിൽ ഹിമത്തോളം വെളുത്ത പഞ്ഞി പോലെയുള്ള അവൻ്റെ തലമുടി ഒക്കെ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിത്യമായ അസ്തിത്വത്തെയാണ് കാണിക്കുന്നത്. നിത്യ അസ്തിത്വം ഇല്ലേ? പ്രായമുള്ളവർ എന്നതുപോലെ എന്താ പറയുന്നത്? ആ ഒരു നിത്യ അസ്തിത്വത്തെ, ദൈവം നിത്യനാണ്, ആ നിത്യതയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു നിത്യതയാണ് കാണിക്കുന്നത്. 2, അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണെന്ന് പറയാനുള്ള കാരണം? അവൻ്റെ കൺമുൻപിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. 3-ാമത്തേത്, അവൻ്റെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യം. 3-ാമത്തെ കാര്യമാണ്. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കണ്ണ് ദർശിച്ചതിന് ശേഷം തൻ്റെ പാദത്തിലേക്ക് പോകുമ്പോൾ ആ കാല് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഈ ഓടെന്ന് പറയുന്നത്, ചുട്ടുപഴുപ്പിച്ച ഓടെന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ബ്രാസ് ആണ്. ബ്രാസ് ഇല്ലേ? ഈ ബ്രാസ് എന്തിനെയാണ് കാണിക്കുന്നത്? സമാഗമന കൂടാരത്തിലൊക്കെ നമുക്കറിയാം താമ്രം കൊണ്ടുണ്ടാക്കിയതായിരുന്നു യാഗപീഠങ്ങളൊക്കെ. അപ്പോൾ ഇത് പാപത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ശിക്ഷാവിധി, അല്ലെങ്കിൽ തീച്ചൂളയിലൂടെ കടന്നുപോയ ഒരു അവസ്ഥകൾ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവാനുള്ള തൻ്റെ കാലുകളുടെ കരുത്ത്, മാനവജാതിയുടെ പാപത്തിന് വേണ്ടി താന് പരിഹാരമായി തീർന്നു. ഇതിനെയെല്ലാമാണ് താമ്രം കാണിക്കുന്നത്. സമാഗമന കൂടാരവുമായിട്ട് ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. 4-ാമത്തേത്, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു.
എന്താണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറയുന്നത്? ഭയാനകമായ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത് മൃദുവായി മുഴങ്ങിയിട്ടുണ്ടെങ്കിലും ദൈവശബ്ദം ഭയാനകമാണ്, ഗാംഭീര്യമുള്ള ദൈവശബ്ദത്തെയാണ്. അടുത്തത്, അവന്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ട്. ഈ 7 നക്ഷത്രങ്ങൾ 7 ദൂതന്മാരാണെന്നും 7 പൊൻനിലവിളക്കുകൾ 7 സഭയാണെന്നും 1-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ സഭകളുടെ ദൂതന്മാർ അല്ലെങ്കിൽ 7 നക്ഷത്രങ്ങൾ ക്രിസ്തുവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് നൽകി തരുന്ന സന്തോഷം ഭയങ്കരമല്ലേ? അടുത്തത് 6-ാമത്തേത്, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11, 15 ഈ വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ന്യായവിധിയുടെ വാളുമായിട്ട് കർത്താവ് കടന്നു വരുന്നത് കാണാനായിട്ട് പറ്റും. ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന് സ്തോത്രം വചനമാണ് എന്ന് നമ്മൾ ഒരിടത്ത് കാണുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത് ഇത് ന്യായവിധിയുടെ വാളാണ്. അപ്പോൾ ക്രിസ്തു ന്യായാധിപനാണ്, ഇത് ന്യായവിധിയുടെ വാളാണ്. ഒരിക്കൽ അവൻ മാനവജാതിയെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നെങ്കിൽ ഇനിയും കർത്താവ് കടന്നു വരുന്നത് ന്യായവിധിയുമായിട്ടാണ്. വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. അവന്റെ മുഖം സൂര്യൻ ശോഭിക്കുന്നത് പോലെ, സൂര്യന്റെ ശോഭ പോലെയായിരുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുഖശോഭ എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരമാണ്, തേജോന്മയനാണ് നമ്മുടെ ദൈവം. 17, 18 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും അതേ ജീവനുള്ളവനും ആകുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന്റെ മഹത്വത്തെ കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ ചില ഭയം നേരിട്ടെങ്കിലും നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. കാരണം എന്താണ്? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും എല്ലാം താക്കോല് ക്രിസ്തുവിന്റെ കൈകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സകലത്തെയും ജയിച്ചവനാണ്, റോമ ഗവൺമെന്റിനെ ജയിച്ചവനാണ്, ക്രൂശിനെ, കല്ലറകളെ തുറന്ന് ക്രൂശിലൂടെ കടന്നുപോയി പാപത്തെയും പിശാചിനെയും എല്ലാം ജയിച്ചവനാണ് ക്രിസ്തു. 19, 20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. 3 കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ കണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ മഹത്വപൂർണനായ ക്രിസ്തു. 2, ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്? സഭകളാണ്, 7 സഭകൾ. 2, 3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ഏഷ്യ മൈനറിലെ 7 സഭകൾ. ഇനി സംഭവിപ്പാനുള്ളത് 4 മുതലുള്ള അധ്യായങ്ങളിൽ ആസന്ന ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന മഹോപദ്രവം, അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം, ദൈവസഭയുടെ ഭാവി, 1000 ആണ്ട് വാഴ്ച, നിത്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നത്. 4 മുതലുള്ള അധ്യായങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് 20-ാമത്തെ വാക്യം അതാണ് നമ്മൾ ചിന്തിച്ചത്. 7 നക്ഷത്രം, 7 സഭകളുടെ ദൂതൻ. അടുത്തത് 7 പൊൻനിലവിളക്കുകൾ 7 സഭകളെ കാണിക്കുന്നു. നോക്കുക, സഭകളുടെ നടുവിലൂടെ ഉലാവുന്നവനാണ് ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത്, ഈ 7 ദൂതന്മാരെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ദൈവദൂതന്മാരല്ല, അവർ സഭകളുടെ പ്രതിനിധികളാണ്. സഭകളുടെ ശുശ്രൂഷകന്മാർ, ദൈവദാസന്മാരൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരുടെ സ്ഥാനത്താണ്. കാരണം ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആത്മീക മർമ്മങ്ങൾ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് നൽകി കൊടുക്കുന്നവരാണ്. ഈ ക്ലാസ് നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.